ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മനോഹര മാലകളാൽ അലംകൃതമായ ഒരു മണിമാളികയിൽ കിഴക്കോട്ട് അഭിമുഖമാക്കി സ്വർണ്ണക്കാലുകളുള്ള രത്നാസനത്തിൽ മന്ത്രപൂർവം ഇരുത്തി ചെറുതും വലുതുമായ നദികൾ, തീർത്ഥങ്ങൾ, 4 സമുദ്രങ്ങൾ എന്നിവയിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യോദകം കവികുഞ്ചരന്മാർ തങ്കക്കുടങ്ങളിൽ ഒന്നിച്ചു ചേർത്തു. കാളക്കൊമ്പുകൊണ്ടും പൊൻകലശം കൊണ്ടും ശാസ്ത്രങ്ങളിൽ കണ്ട വിധി അനുസരിച്ച് മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, ശരഭൻ, ഗന്ധമാദനൻ, മൈന്ദൻ, ഹനുമാൻ, ദ്വിവിധൻ, ജാമ്പവാൻ, നളൻ എന്നീ പ്രമുഖ വാനരന്മാർ സുഗ്രീവനെ, വസുക്കൾ ദേവേന്ദ്രനെ എന്ന പോലെ സുഗന്ധി നീരാൽ അഭിഷേകം ചെയ്തു. ആ സന്ദർഭത്തിൽ കവിവ്യാക്രർ ആയിരക്കണക്കിൽ ഒന്നിച്ച് ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. ശ്രീരാമചന്ദ്രന്റെ കൽപ്പനയനുസരിക്കുന്ന സുഗ്രീവൻ അംഗദനെ സാനന്ദം ഗാഠശ്ലേഷം ചെയ്ത് യുവരാജാവായി അഭിഷേകം കഴിച്ചു. മഹാരാജ സുഗ്രീവന്റെ മനോഗുണത്തെ മർക്കട പ്രമുഖന്മാർ മുക്തകണ്ഠം പ്രശംസിച്ചു. അവരേവരും മഹാത്മാക്കളായ ശ്രീരാമലക്ഷ്മണന്മാരെയും ഹൃദയപൂർവ്വം സ്തുതിച്ചു. സന്തോഷസമ്പൂർണരായ പ്രജകൾ ഉയർന്ന കൊടികൾ നാട്ടി ഗിരിഗഹ്വരത്തിലുള്ള കിഷ്കിന്ധ നഗരിയെ മനോഹരമാക്കി കഴിഞ്ഞു. സുഗ്രീവ പട്ടാഭിഷേകം ശ്രീരാമചന്ദ്രനോട് വാനര സൈന്യനാഥൻ ചെന്നുണർത്തി. ധർമ്മപത്നി ആയ രുമയുമൊന്നിച്ച് കപീന്ദ്രൻ ദേവേന്ദ്രനെ പോലെ നാട് നന്നായി പരിരക്ഷിച്ചു. വാനര മഹാരാജാവായി അഭിഷിക്തനായ സുഗ്രീവൻ ഗുഹാന്തസ്ഥിതമായ കിഷ്കിന്ധ നഗരിയിൽ അതിവിചിത്രമായ അരമനയിൽ വാസം തുടങ്ങിയതിനു ശേഷം ലക്ഷ്മണാന്വിതനായ രഘുപതി പ്രസ്രവണം എന്ന പർവ്വതത്തിലേക്ക് എഴുന്നള്ളി. നരിയുടെ ഉഗ്രമായ നാദങ്ങൾ, മൃഗരാജനായ സിംഹത്തിൻ്റെ അലർച്ചകൾ, പല പല വള്ളികളും പൊന്തകളും, കെട്ടുപിണഞ്ഞ ഇടതുറന്ന മാമരങ്ങൾ, കരടി, കബി, കാട്ടുപൂച്ച എന്നിവകൾ, കാർമേഘ തുല്യമായ ഗിരിശിഖരങ്ങൾ, നിർമ്മലജല പൂരിത സരസുകൾ, ഇങ്ങനെയുള്ള പ്രസ്രവണാചലത്തിൻ മുകളിൽ നീണ്ട് വലുതായ ഒരു ഗുഹയാണ് അനുജനോടൊന്നിച്ച് ദാശരഥി താമസത്തിന് തിരഞ്ഞെടുത്തത്. സുഗ്രീവനോട് ചതുർമാസ്യാവധി പറഞ്ഞു പോന്ന മഹാത്മാവ് വിനീതനായി ഉപചരിക്കുന്ന തമ്പിയോട് ആ കാലത്തിന് ഉചിതമായ മഹാവാക്യങ്ങൾ പറഞ്ഞു. ലക്ഷ്മണ, ഭംഗിയുള്ളതും വിശാലവും മന്ദപ വന സേവിതവുമായ ഈ ഗുഹയിൽ വർഷകാലം എത്രയും സസുഖം നമുക്ക് വസിക്കാം. മാര, നോക്കൂ, ഈ ഗിരിശിഖരം എത്ര ഭംഗിയുണ്ട് കാണുവാൻ. ആകാശം മുട്ടുന്ന പോലെ തോന്നുന്ന ഉയരം, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള പാറക്കല്ലുകൾ, എല്ലാ വിധത്തിലുമുള്ള കൽപ്പിളർപ്പുകൾ, അനേകം മടകൾ, രമണീയങ്ങളായ ലതകളാൽ ചുറ്റപ്പെട്ട വിവിധ വൃക്ഷങ്ങൾ, പല പല പക്ഷികളുടെ കളകള ഗാനങ്ങൾ, മയിലുകളുടെ മുഴങ്ങുന്ന നാദങ്ങൾ, പിച്ചകം, മുല്ല എന്നിവ പടർന്നു നിൽക്കുന്ന കരുനൊച്ചികൾ, പൈൻ മരങ്ങൾ, പുഷ്പിച്ചു നിൽക്കുന്ന കടമ്പുകൾ, നീർമരുതുകൾ എന്നിവയാൽ ആവൃതമാണ് ഇവിടം. ഈ ഗുഹാസമീപത്തിൽ കാർവണ്ടുകൾ നിറഞ്ഞ് വികസിച്ചു നിൽക്കുന്ന താമരപ്പൂക്കളോടുകൂടിയ പൊയ്കകൾ. ഉണ്ണി, എത്രമാത്രം ആനന്ദമേകുന്നവയാണ് ഇവ. വടക്കുകിഴക്ക് ഭാഗത്തേക്ക് ഈശാനകോണിലേക്ക് അല്പം ചാഞ്ഞ ഈ ഗഹ്വരം ഉത്തമമാണ്. പിൻഭാഗം ഉയർന്നിട്ടുള്ളതിനാൽ കൊടുങ്കാറ്റ് ഇതിലേക്ക് അടിക്കില്ല. സൗമിത്രി, അഞ്ജനക്കല്ല് പോലെയുള്ളൊരു പാറ മിനുത്ത് നിരപ്പൊത്ത് ഗുഹാമുഖത്തുണ്ട്. ഉണ്ണി, ഇതാ വടക്കു ഭാഗത്തായി അത്യുന്നതമായൊരു കൊടുമുടി കാർമേഘമാല പോലെ ചിതറിയ അഞ്ജനക്കൂട്ടം പോലെ നിൽക്കുന്നു. ഇതാ മറ്റൊന്ന് തെക്കുഭാഗത്ത് കൈലാസ ശൃംഗത്തിൻ്റെ രൂപത്തിൽ വെള്ളി പോലെ നാനാധാതുക്കളാൽ അലങ്കൃതമായി കാണുന്നു. ലക്ഷ്മണ, നോക്കൂ, ചേറില്ലാതെ കിഴക്കോട്ടൊഴുകുന്ന ഒരു പുഴ. ഗുഹയുടെ നേരെ കിഴക്കുഭാഗത്തിൽ ത്രികുടാചലത്തിലെ ഗംഗാനദിയെ പോലെ ശോഭിക്കുന്നത്. ഈ നദീതീരത്തിൽ ചമ്പകം, പച്ചില, പൈൻ, മയിലെള്ള്, അതിമുക്തകം, ചരളം, പത്മാശോകം, തൊടുകാര, നീർവന്നി, ഇളന്നി, ഞമ, കൈത, കടമ്പ്, കൊന്ന, പാച്ചോറ്റി, കരിമ്പന, ചൂരൽ എന്നിവ ഇടതങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ കൂടിയുള്ള പ്രവാഹം കാണുമ്പോൾ വിചിത്ര വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് കുണുങ്ങി നടക്കുന്നൊരു നാരീരത്നം പോലെ തോന്നുന്നു. 100 പക്ഷികളുടെ ഒന്നിച്ചു ചേർന്ന നാദബ്രഹ്മം ഉയരുന്നത് കേൾക്കൂ. പരസ്പര സ്നേഹവിശ്വാസത്തോടെ വിഹരിക്കുന്ന ചക്രവാക പക്ഷികളുടെ ഇണകൾ ഇവിടെ അലങ്കരിക്കുന്നു. അരയന്നങ്ങൾ, നീർക്കോഴികൾ തുടങ്ങിയവ വെൺമണൽത്തട്ടിൽ ക്രീഡിക്കുന്നത് നോക്കൂ. ലക്ഷ്മണ, സർഭാഭരണങ്ങളും അണിഞ്ഞൊരു കാമിനീമണിയെപ്പോലെയാണ് ഈ നദി.
ചില സ്ഥലങ്ങളിൽ നീലത്താമരകൾ, മറ്റൊരു ഭാഗത്ത് ചെന്താമരകൾ, ഇനിയും ഒരിടത്ത് വെള്ളാമ്പൽ മൊട്ടുകൾ. ഈ അരുവിയുടെ രാമണീയകം അത്യദ്ഭുതം തന്നെ. നീർക്കോഴികളുടെ സമൂഹമൊത്ത് മയിൽ, ചക്രവാകം എന്നിവയുടെ നാദങ്ങൾ മുഴങ്ങി. മാമുനീന്ദ്രന്മാരാൽ പരിസേവിതമായ ഈ നദി എത്രമാത്രം സുന്ദരമാണ്. കുമാര, നോക്കൂ, സങ്കല്പത്തിൽ കാണുന്നത് പോലെ ചന്ദനവൃക്ഷങ്ങളും നീർമരുത് വൃക്ഷങ്ങളും കോർത്ത് നിൽക്കുന്നത്. പരന്തപനായ അനുജ, ഈ സ്ഥലം നൈസർഗിക സുന്ദരമായിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് സന്തോഷസമേതം വസിക്കാം, രമിക്കാം. അടുത്തു തന്നെയാണല്ലോ വിചിത്രവന രാജിയാൽ പ്രശോഭിക്കുന്ന സുഗ്രീവൻ്റെ കിഷ്കിന്ധാ നഗരിയും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.